ഒരിക്കൽ കൂടി ചരിത്രം സൃഷ്ടിക്കുകയാണ്, രാജ്യത്തിന് മാതൃകയാവുകയാണ്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാവുന്നത്. നമ്മുടെ കേരളം അതിദാരിദ്ര്യമുക്തമാകുന്നതിനെ പുച്ഛിക്കുന്ന മലയാളികൾ കാണേണ്ടതും അറിയേണ്ടതുമായി ചിലത് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഈ അഴുക്കുചാലുകൾ കോരത്തിലെ കുടിലുകളാണ് ഇന്ത്യയിലെ അതിദാരിദ്ര്യത്തിന്റെ ജീവിക്കുന്ന തെളിവുകൾ. ഈ അതിദാരിദ്ര്യത്തെയാണ് ഗുജറാത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മതിൽ കെട്ടി മറച്ചത്. ഈ കുരുന്നുകളെ കൊണ്ട് വിളക്കെണ്ണ മോഷ്ടിപ്പിക്കുന്നതും ഇതേ ഇന്ത്യയിലെ അതിദാരിദ്ര്യം തന്നെയാണ്. ഈ ബാല്യങ്ങൾക്ക് സ്കൂളിൽ പോകാതെ ഇങ്ങനെ പണിയെടുക്കേണ്ടി വരുന്നതും അതേ അതിദാരിദ്ര്യം കൊണ്ട് തന്നെയാണ്. കേരളം ഈ അതിദരിദ്രരെ മതിൽ കെട്ടി മറച്ചില്ല, ബുൾഡോസർ ഉപയോഗിച്ച് ആട്ടി ഓടിച്ചില്ല. പകരം അവരെ ഇടതുപക്ഷ സർക്കാർ ചേർത്തു പിടിച്ചു. അവർക്കായി 5 ലക്ഷത്തിലധികം ലൈഫ് മിഷൻ വീടുകളും നിരവധി ഫ്ലാറ്റ് സമുച്ചയങ്ങളും നിർമ്മിച്ചു നൽകി. അതിദരിദ്രരില്ലാത്ത കേരളം എന്നത് 2ാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗ തീരുമാനമായിരുന്നു. 2021 നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ജനസംഖ്യയുടെ വെറും 0.7% മാത്രമാണ് അതിദരിദ്രർ. ഏത് സർക്കാരും അവഗണിക്കാനിടയുള്ളൊരു ന്യൂനപക്ഷം. എന്നിട്ടും ആ 0.7% കൃത്യമായി പറഞ്ഞാൽ 64,000-ഓളം കുടുംബങ്ങളെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ വീടും തൊഴിലും ഭൂമിയും ആരോഗ്യ പരിരക്ഷയും ഒക്കെ നൽകി ചേർത്തു നിർത്തി. ദാരിദ്ര്യം അവർക്കൊരു പഴയ ഓർമ്മ മാത്രമാണ്. ഇതാണ് നമ്മുടെ കേരളം, ഇന്ത്യക്ക് ബദലാകുന്ന ഇടതുപക്ഷ കേരളം. വണ്ടി കിട്ടോ എവിടെ പോയാലും വേറെ കാര്യമുണ്ട്. ഞാൻ LDF എന്നാന്നോ CPM എന്നാന്നോ 90% പേർക്കും അറിയാം. എനിക്ക് ഫോട്ടോ വന്നിട്ടൊന്നും ഒരു പേടിയില്ല. അല്ല, പേടിയുടെ എല്ലാ വേറെ കാര്യമുണ്ട്. എന്നാൽ ഞാൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യത്തില്ല, അത് വേറെ കാര്യം. പൈസ കഴിയും എല്ലാം എടുക്കുക. ക്യാമറ മൊത്തത്തിൽ എടുക്കുക. അതിന്റെ കൂട്ടത്തിൽ പരസ്യം കൂടെ ആയിക്കോട്ടാ. പൈസ പോയി എടുത്തോ.